അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഗംഗയിൽ സ്നാനം ചെയ്യാനായിട്ട് പോവുകയാണ്. ഗംഗാ സ്നാനം. അവിടെ സംഗം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അതായത് യമുനയും ഗംഗയുടെ ഒന്നിക്കുന്ന സ്ഥലം. അവിടെ പോയിട്ട് സ്നാനം ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ രാവിലെ 7 മണി ആയതേ ഉള്ളൂ. പക്ഷേ ഇന്നലെ നമുക്ക് അവിടെ അയോധ്യയിലും വാരണാസിയിലൊക്കെ നല്ല ചൂടായിരുന്നു. ഇവിടെ നല്ല തണുപ്പാണ് ഇവിടെ. ഞങ്ങളിങ്ങനെ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് മുന്നോട്ട് നടക്കുക. ഏതെങ്കിലും ചെറിയൊരു ഇലക്ട്രിക് ഓട്ടോ വിളിച്ചിട്ട് അതിപ്പാൻ ഇവിടെ 4 കിലോമീറ്റർ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പരിപാടിയാണ്. നമ്മൾ അങ്ങനെ ഒരു ഇലക്ട്രിക് ഓട്ടോയിൽ കയറി കേട്ടോ. ഒരാൾക്ക് 50 രൂപ, 2 പേർക്ക് 100 രൂപയാണ് ചോദിച്ചിരിക്കുന്നത് സംഗം എന്ന സ്ഥലത്തേക്ക്. ഗൈസ് ഞങ്ങൾ കുംഭമേള നടന്ന സ്ഥലത്ത് എത്തി കേട്ടോ. ചുമ്മാ ഓൺ അടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ പരിപാടി. ഞങ്ങൾ ഇങ്ങേരോട് ഇവിടെ നിർത്തിയാൽ മതി എന്ന്, ബാക്കി ഞങ്ങൾ നടന്നു പൊക്കോളാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഗൈസ് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത്. നമ്മൾ ഈ സ്നാനം ചെയ്യുന്നത് അങ്ങ് ഉള്ളിലാണ് കേട്ടോ, ആ സംഗമ സ്ഥലത്താണ്. അപ്പോൾ ഈ ഓട്ടോക്കാർ നമ്മുടെ കൂടെ വരും. അപ്പോൾ അവർ നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ ബോട്ടുകാർ നമ്മളോട് കുറച്ച് കൂടുതലായിരിക്കും റേറ്റ് ചോദിക്കുന്നത്. കാര്യം ഇവന്മാർക്ക് അതിൻ്റെ കമ്മീഷനുണ്ട് കേട്ടോ. അതാണ് അവർ നമ്മുടെ കൂടെ തന്നെ വരുന്നത്. ഇത് പഴയൊരു കോട്ടയാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു മിലിറ്ററി ബേസാണ്. ഇവിടെ പട്ടാളക്കാരാണ് മൊത്തം നോക്കുന്നത്. ഇവിടെ അവരുടെ ക്യാമ്പാണിത്. ഇവിടെ കുംഭമേള നടന്ന സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ യമുന നദിയിൽ ഒരു ബോട്ടെ കയറിയൊക്കെയാണ്. 450 രൂപ, ഇപ്പം 400 രൂപയ്ക്കാണ് നമ്മൾ കയറിയേക്കുന്നത്. 400, 500, 600 തോന്നുന്ന വില എവിടെ ചോദിക്കുന്നവരെ. ഇവിടുന്ന് ആ സംഘം നടക്കുന്ന സംഘം യഥാർത്ഥ സംഘം സ്പോട്ടിലോട്ട് പോകും, തിരിച്ചും കൊണ്ടുവരും. അവിടെ നമുക്ക് സ്നാനം ചെയ്തിട്ട് തിരിച്ചും വരാം. ഇത് യമുന നദി, അപ്പുറത്ത് ഗംഗാ നദി. ഇപ്പം നമ്മൾ 2 പേരും കൊണ്ട് മാത്രമാണ് പോകുന്നത് കേട്ടോ. ഇല്ല, അതാ പറഞ്ഞേ. അല്ല ആയിക്കോട്ടെ, ആയിക്കോട്ടെ. പക്ഷെ ഇതിപ്പോ നമ്മളെ 2 പേർക്ക് മാത്രം കൊണ്ടുവന്ന് അപ്പൊ 800. അതാ പറഞ്ഞ 100 രൂപയൊക്കെ ഉള്ളു ഇതിന് കേസ്. പിന്നെ 400 രൂപ ഒരാൾക്ക് പറഞ്ഞ് കയറ്റിയതാ. ഒരാളുടെ തലയ്ക്ക് 400 രൂപ പറഞ്ഞ് കയറിയതാ. അയ്യോ, കൊലപാതകം. ഇതിപ്പോ ഞാൻ വിചാരിച്ചേ ഇത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളി മറിച്ചുകൊണ്ട് പോവാ കേട്ടോ ഇതിനിടയിൽ കൂടെ. വൻ പരിപാടിയാണ് കേട്ടോ. ഇവൻ കിടന്ന് തെള്ളി ഇത് അങ്ങ് വിടുക അതിനിടയിൽ കൂടെ. ഇഷ്ടംപോലെ ബോട്ട് നിറഞ്ഞു കിടക്കുവോ. ബോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി മാറി ഒക്കെയാ പോന്നെ. ഓക്കെ, ഇപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടി. ഇതിന്റെ അകത്തൂടെ അവൻ അടിച്ചോണ്ട് പോകും. വൻ പരിപാടി കേട്ടോ. ഉണ്ടോ? ഞാൻ കഷ്ടപ്പെട്ട് ഇതിനിടയ്ക്ക് ഒന്ന് തെള്ളിക്കൊണ്ട് പോവാന്നുള്ളത്. ഇവരെല്ലാം ഗ്രൂപ്പായിട്ട് വരുന്നവരാണ്. നമ്മൾ 2 പേരും മാത്രമേ ഇങ്ങനെ ഉള്ളൂ. അതെ, അവർക്ക് വേറെ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല ആയിരിക്കും. ഉപ്പ് ചെറുത്തടാ കണ്ടോ. അവിടെ 2 പേരെ കൊണ്ടായിരുന്നു കേട്ടോ. തെള്ളിയാൻ കളയാണ് എങ്ങോട്ടേലൊക്കെ. लाइफ जैकेट नहीं है? ओ वेरी गुड. क्या क्या दो लोग के लेके चलते हैं. ये नहीं एक लोग का 400 देता है. हाँ 500 देना अपन लोग के लेके चलता है ना. परवाह नहीं है, शेयरिंग ओके. कम गोश. हाँ टाइम लगेगा. वो नहीं पूछा था ना. वो टाइम नहीं पूछा था. टाइम लगेगा. No problem. We have enough time.
शेयरिंग में टाइम लगेगा, उसमें कोई अस्थि पूजा कोई पिंड प्रदान करेगा, उसमें और टाइम लगेगा। അതാ നമ്മൾ 800 കൊടുത്താൽ മതി കേട്ടോ. ഗൈസ് നമ്മളങ്ങനെ ഒരു ബോട്ടിൽ കയറി. ഇത് 400 രൂപയാണ് ഒരാൾക്ക് ചോദിച്ചത്. അങ്ങനെ 400 രൂപയ്ക്ക് 2 പേർക്ക് 800 രൂപ. അവൻ പിന്നെ പറഞ്ഞ ഒരു 200 രൂപ കൂടുതൽ വേണം, അവിടെ സ്നാനം ചെയ്യുന്നിടത്ത് വെയിറ്റ് ചെയ്യുക അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവന് കുറേ ന്യായം അടിച്ചു. നോക്കട്ടെ, വന്നാൽ കൊടുക്കാം. बड़ा अंदर हो जाएगा। अंदर हाँ ओके, थोड़ा वेट ज़्यादा है हमको। तो क्या ना, उधर में भूमि नहीं है, झूले पे स्नान करना पड़ेगा इतना। उधर में 50 फीट 40 फीट आलम जास्ती ಇದೆ 50 ಅಡಿ 100 ಅಡಿ 150 मिला 12 वर्ष में मघा महाकुंभ। हाँ अभी 2025 में मघा महाकुंभ बहुत क्राउड था। दिल्ली का 4 करोड़ 5 करोड़ पब्लिक। പൈസ കൊടുത്താൽ നമുക്ക് കാര്യങ്ങളൊക്കെ മൊത്തം അറിയാൻ പറ്റും. അതെ അതെ അതെ. 2025 ഇറക്കിയതാണ്. ഗൈസ് ഇവിടെ 150 അടി ആഴമുണ്ടെന്നൊക്കെയാണ് അതെ, അതിന്റെ 10 ഇരട്ടി. ഗൈസ് ഇവിടെ ഗംഗാപൂജ ചെയ്യാൻ നമുക്ക് കേട്ടോ. ഇവിടെ ഒരു പൂജാരിയൊക്കെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനൊക്കെ അതിനെല്ലാത്തിനും പൈസ സെപ്പറേറ്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഗംഗാപൂജയൊക്കെ ചെയ്ത് നമുക്ക് ഗംഗയെ സ്നാനം ചെയ്യാൻ പറ്റുമേ. അപ്പോൾ ഞങ്ങൾ ഗംഗാപൂജയൊക്കെ ചെയ്തു. ഗൈസ് അപ്പോൾ അങ്ങനെ സ്നാനമെല്ലാം കഴിഞ്ഞു തിരിച്ചു പോവുകയാണ്. കുറേ കാശുകൊണ്ട് വന്നോണം, എന്നാലേ പറ്റുള്ളൂ സ്നാനം ചെയ്യാനേ. അത്രയ്ക്ക് പരിപാടികളാണ്. പൂജയ്ക്ക് വേറെ, തേങ്ങയ്ക്ക് വേറെ, കുളിക്കുന്നതിന് വേറെ, പിന്നെ ബോട്ടേ വരുന്നതിന് വേറെ, അങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് ക്യാഷാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ഗംഗാ സ്നാനം എല്ലാം കഴിഞ്ഞു. ഇതാ പ്രയാഗ്രാജ് ഗ്രൗണ്ടാണിത്. ഗംഗാ സ്നാനം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ്. ഒന്നും കഴിച്ചില്ല, ഇനിയിപ്പോൾ ടിഫിൻ വല്ലതും കഴിക്കണം. അവിടുന്ന് നേരെ ബസ് സ്റ്റാൻഡ്, അവിടുന്ന് വീണ്ടും വാരണാസി. അതാണ് ഇന്നത്തെ പരിപാടി. ഗൈസ് നമ്മൾ പണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ വന്നതാണ്. എന്തോ ഓർഡർ ചെയ്ത് പൊടി ഇഡ്ഡലി, സാഗർ സൂപ്പർ ഹോട്ടലാണ്. കോടാലി വെച്ചായിരിക്കും ഇവിടുത്തെ പരിപാടികൾ. ചെറിയ കത്തൊന്നും ആയിരിക്കത്തില്ല, കോടാലി വെച്ചായിരിക്കും പരിപാടികൾ. വേറെ നിവൃത്തിയില്ല, ഇത് തന്നെ കിട്ടിയത് ഒരു 5 കിലോമീറ്റർ നടന്നിട്ടാണ്. നമ്മുടെ പൊടി ഇഡലി വന്നു, 2 ഇഡലിയും അതേ കുറേ പൊടിയും പിന്നെ വെണ്ണയാന്ന് തോന്നുന്നു, ഇവിടെ നെയ്യാന്ന് തോന്നുന്നു. സാമ്പാർ, ചട്നി, എല്ലാ സെറ്റപ്പും ഉണ്ട്. കഴിച്ചു നോക്കട്ടെ. നമ്മളങ്ങനെ ടിഫിനെ കഴിഞ്ഞ് ഇങ്ങനെ റൂമിലോട് നടക്കുവാണ്. കുറച്ച് നടക്കാം, ഒരു 1 കിലോമീറ്റർ മേലെ ദൂരമുണ്ട്. ഇതിനിടയ്ക്ക് നമ്മളൊരു പാർക്ക് പോലെ എന്തോ ഉണ്ട്, അതിൻ്റെ അത് കയറിയതാണ്. ഇത് കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതെന്തോടാ ഇത്? ഇതിലെ അല്ലടാ വഴി, അപ്പുറത്തൂടാ വഴി, അതിലെ കൂടാ വഴി. ജസ്റ്റ് ഒരു പാർക്ക് അത്രേ ഉള്ളൂ അല്ലേ? വാട്ടർ ഫൗണ്ടൈൻ ഏതാണ്ടൊക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ സൂപ്പറാണ്. വേറൊന്നുമില്ല. ഇവിടെ ഒന്നുമില്ല ഗൈസ്. 10 രൂപയാണ് ടിക്കറ്റിന്. വെറുതെ ചുമ്മാ ഒരു പാർക്ക്, വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ചും ഒന്നുമില്ല ഇവിടെ. ചെറിയൊരു പാർക്ക്. അവനെന്ത് ചെയ്യാൻ നോക്കട്ടെ. ഇവിടെ ഞങ്ങൾ തിരിച്ചു പോകാം കഴിച്ചു കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങും, ഇവിടെ ഒന്നുമില്ല, വെറുതെ ആയിട്ട് ചുമ്മാ സമയം കളഞ്ഞു. ഇവിടെ വേഗം റൂമിൽ ചെന്നിട്ട് റൂം വെക്കേറ്റ് ചെയ്യട്ടെ. എന്നിട്ട് നേരെ ഇവിടുത്തെ ഗവൺമെൻറ് ബസ് സ്റ്റാൻഡിലോട്ട് പോട്ടെ. അവിടുന്ന് ബസ്സിനാണ് പോകാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഒന്നുമില്ലടാ, പോയാൽ തിരിച്ചു പോയേക്കാം കഴിച്ച്. ഏതായാലും 10 രൂപ കൊടുത്ത് കയറിയതല്ലേ, അപ്പം
ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇരിക്കാനൊക്കെ നല്ല അടിപൊളി അന്തരീക്ഷമാണ്, ഇഷ്ടം മരങ്ങളും ഒക്കെ ആയിട്ട്. വൈകുന്നേരങ്ങളിലൊക്കെ നിറയെ ആൾ കാണുമെങ്കിൽ ഇപ്പോൾ ആൾ കുറവാണ്, അവിടെ ഇവിടെയൊക്കെ 1-2 പേരൊക്കെ ഉള്ളൂ. വൈകുന്നേരങ്ങളിലൊക്കെ ആൾ കാണുമായിരിക്കും ഇവിടെ. രാവിലെ നല്ല തണുപ്പായിരുന്നു, 22 ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ വെയിലൊക്കെ കുറച്ചപ്പോഴത്തേക്ക് ഓക്കെ ആയി. ക്ലീനിങ് അത് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇതാണ് ഈ പാർക്കിൻ്റെ പേര്. ഗൈസ് ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങി അങ്ങനെ റൂമിലോട്ട് നടക്കുകയാണ്. ഇവിടുന്ന് ഇനി 1 കിലോമീറ്റർ ഉണ്ട് റൂമിന്. അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് ചെന്നിട്ട് തന്നെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങും ഇവിടുന്ന്. ഗൈസ് അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി ഞങ്ങൾ എയർപോർട്ടിലാണ്. ഇത് ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് വാരണാസിയിലേത്. അങ്ങനെ നമ്മളുടെ ഈ 6 ദിവസത്തെ യാത്രകളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ വേണ്ടി എയർപോർട്ടിലാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ഗുഡ് ബൈ.